ഒരു ചായ പോലും സ്വന്തം ഉണ്ടാക്കി കുടിക്കാൻ മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഈ ഞാൻ. എന്നാൽ ഇന്നും അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ അമ്മയായിരുന്നു ചായയൊക്കെ ഉണ്ടാക്കി തരാറ്. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേബിയിലേക്ക് അത് മാറി. ബോബിക്കുട്ടിയാണെങ്കിൽ എണീക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ വീണ്ടും കിടന്നുറങ്ങി കേട്ടോ. വീട്ടിലെ പൂവൻകോഴിയുടെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെടക്കോഴികൾക്ക് മുട്ടയിടാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കലാണ് ഇവന്റെ മെയിൻ. അച്ഛൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തലയിൽ വലിയൊരു കെട്ടുമായിട്ടാണ് നടക്കാറ്, ഒരു മല്ലു സിംഗിനൊക്കെ പോലെ. കാരണം ഇത്രേ ഉള്ളൂ, മഞ്ഞ് കൊണ്ട് അസുഖം പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. കൺഫ്യൂഷനിലായിരുന്ന ബോബിക്കുട്ടി എണീറ്റായിരുന്നു കേട്ടോ. ഞാൻ പോകുന്നതിന് മുന്നേ എണീറ്റതുകൊണ്ട് തന്നെ ബോബിക്കുട്ടിയുടെ ബാക്കി പ്രഭാത പരിപാടികളൊക്കെ ഞാൻ തന്നെ നോക്കേണ്ടി വരും. വീഡിയോ എടുത്ത് പല്ല് തേപ്പിച്ചുകൊണ്ട് തന്നെ ബോബിയുടെ പല്ലിൽ മാത്രമല്ല താടി ഭാഗത്ത് വരെ ബ്രഷ് എത്തിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ നല്ല സന്തോഷത്തിലായിരിക്കും ബോബിക്കുട്ടി എണീക്കാറ്. അതുപോലത്തെ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. പായസം കുടിക്കാനുള്ള വെയിറ്റിംഗിലാണ് ഇപ്പം ബോബി. നല്ല ചൂടുള്ള ദോശയും തേങ്ങാ ചമ്മന്തിയും കൂടിയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നാൽ ബോബിക്കുട്ടിക്കാണെങ്കിൽ ചമ്മന്തിക്ക് പകരം പശു നെയ്യും കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബോബിക്കുട്ടീനോട് ചാറ്റ പറഞ്ഞ് ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനി അങ്ങോട്ട് വീട്ടിലെല്ലാവരും ഓരോ പണികളിലായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെ അമ്മ ഓരോ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ അച്ഛനാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പോകുന്ന വയലിലാണെങ്കിൽ കുറച്ച് പൊടിപ്പുല്ലും പൊട്ടുനെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കത്തിച്ചിരിക്കുന്നത് ഇനി വയലിലേക്ക് വളമാവാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു കാലത്ത് നമ്മുടെ സ്ഥിരം കാഴ്ചക്കാരനായിരുന്നു ഈ കാണുന്ന കണ്ണൻ എന്ന് പറഞ്ഞൊരു ആന. ഇപ്പോഴാണെങ്കിൽ ഇവനെ കാണാൻ കിട്ടുന്നില്ല, പക്ഷെ ഇന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പായസം ഒരു സ്പോൺസർ ആയിരുന്നു. ശശിധരൻ എന്ന് പറഞ്ഞ അച്ഛന്റെ 1ാമത്തെ ചരമവാർഷികത്തിനോടനുബന്ധിച്ചാണ് ഇന്നത്തെ പായസം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തത് കേട്ടോ. ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോസൊക്കെ 27-ാം തീയതി എടുത്ത വീഡിയോസ് കേട്ടോ. അന്നും ഒരു സ്പോൺസർ ആയിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ലതിക, സുമംഗല എന്ന് പറഞ്ഞ അമ്മമാരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചാണ് അന്ന് പായസം കൊടുത്തിരുന്നത്.